പ്രിയപ്പെട്ടവരെ, പ്രശ്നം നമ്മൾ മലയാളികൾ ആഴ്ചയിലൊരിക്കലെങ്കിലും കേട്ട് ആസ്വദിക്കേണ്ടുന്ന ഒരു ഗാനമുണ്ട്, മലയാള ഗാനം. എന്നുവെച്ചാൽ ഒരു മന്ത്രം ചൊല്ലുമ്പോൾ, ഒരു വിശ്വാസി ഒരു മന്ത്രം ജപിക്കുമ്പോൾ എത്ര ഭയഭക്തി ബഹുമാനത്തോടു കൂടി അത് ചെയ്യാല്ലേ. അതിലും ഒരടി മുകളിലാണ് ഈ ഗാനം മലയാളിയെ സംബന്ധിച്ചിടത്തോളം. മതങ്ങളിലും ആത്മീയതയിലുമൊക്കെ ധാരാളം പ്രവാചകന്മാരുണ്ട്, വളരെ ആദരണീയരായ ധാരാളം പ്രവാചകന്മാരുണ്ട്. പക്ഷേ മലയാള സാഹിത്യത്തിൽ ഒരേ ഒരു പ്രവാചകനെ ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റാരുമല്ല, മഹാനായ കവി, ഗാനരചയിതാവ് വയലാർ രാമവർമ്മയെ മലയാളിക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. അപ്പം അദ്ദേഹം എഴുതിയ, രചിച്ച ആ പാട്ടിൻ്റെ ഈണമല്ല, അതിൻ്റെ അർത്ഥവും ആശയവുമാണ് കാലാതിവർത്തിയായി നിലനിൽക്കുന്നത്. അതൊരു മഹാപ്രവചനമാണ് ആ പാട്ട്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു, മനസ്സും പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും ചേർന്ന് മണ്ണു പങ്കുവച്ചു, മനസ്സും പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങളെവിടെ, നിത്യസ്നേഹങ്ങളെവിടെ? 1000 യുഗങ്ങളിലൊരിക്കൽ വരാറുള്ളോരവതാരങ്ങളെവിടെ? മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ
മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏത് മതവേദഗ്രന്ഥങ്ങളിലെ മന്ത്രത്തെക്കാളും ഇത്ര ശക്തിയുള്ള, മനുഷ്യ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന മറ്റേത് മന്ത്രമാണുള്ളത്? ഇത് ഞാൻ ഒരു ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ പാട്ട് മൂളിപ്പാട്ടായിട്ടെങ്കിലും ഞാൻ പാടും. കാരണം അത്ര മാത്രം റെലവൻ്റാണ്, കാലിക പ്രസക്തിയുള്ളതാണ് ഈ ഗാനം. അത്രമാത്രം കാലാതിവർത്തിയാണ് ഈ ഗാനം. ആ മഹാനായ പ്രവാചകൻ എന്നോ ഇതെല്ലാം പ്രവചിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനുഷ്യരായി പരസ്പരം അറിഞ്ഞും അടുത്തും കൊടുത്തും വാങ്ങിയും പങ്കുവച്ചും സ്നേഹിച്ചും ഈ വളരെ നൈമിഷികമായ ഈ ജീവിതം ജീവിച്ചു തീർക്കാം ആസ്വാദ്യകരമായി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അക്ബർ സ്നേഹത്തോടെ